ഹായ് എവരി വൺ, വെൽക്കം ടു നിദാസ്മാജിക്. ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു ട്രാവലിംഗ് വിശേഷവുമായിട്ടാണ്. കൊറോണ ടൈം ദുബായ് ട്രാവലിംഗ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. കണ്ണൂർ ടു ഷാർജ ആയിരുന്നു ഫ്ലൈറ്റ്. ഞാനും എൻ്റെ സിസ്റ്ററും വിത്ത് കസിൻ സിസ്റ്ററും ആയിരുന്നു ട്രാവൽ ചെയ്തത്. വിസിറ്റിംഗ് വിസ കിട്ടിയാൽ ടിക്കറ്റ് ഡേറ്റ് അനുസരിച്ച് 72 ഹവേഴ്സിനുള്ളിൽ കൊറോണ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടി നെഗറ്റീവ് ആയാലാണ് നമുക്ക് പോകാൻ കഴിയുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. വിസ എടുക്കുമ്പോൾ തന്നെ കൊറോണ ഹെൽത്ത് ഇൻഷുറൻസ് കൂടിയിട്ടാണ് എടുക്കേണ്ടത്. അതിൻ്റെ കോപ്പി അല്ലെങ്കിൽ PDF നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും വേണം. ദെൻ റിട്ടേൺ ടിക്കറ്റ് ആൻഡ് ടെസ്റ്റ് റിസൾട്ട്. ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ ട്രാവലിംഗ്സിൽ നിന്ന് ഉടനീളം ചോദിക്കുന്നത്. അതേപോലെ എയർപോർട്ടിലെത്തിയാൽ വിസിറ്റ് വിസ പോകുന്നതെങ്കിൽ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം തരും. അത് നമ്മൾ അവിടെ നിന്ന് തന്നെ ഫിൽ ചെയ്ത ശേഷം ആണ് എൻ്റർ ചെയ്യേണ്ടത്. രണ്ട് ഫോമാണ്. അതിലൊന്ന് ട്രാവലിംഗ് ഡീറ്റെയിൽസും അതേപോലെ തന്നെ അനദർ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അവിടുത്തെ താമസിക്കുന്ന ഡീറ്റെയിൽസ്, അതേപോലെ നമ്മുടെ സ്പോൺസർ ആരാണോ അവരെ കോൺടാക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വേറൊരു കാര്യം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത് 2000 ദിർഹംസ് നമ്മുടെ കയ്യിൽ വെക്കണം എന്നുള്ളതാണ്. അതവിടെ ആ ഫോമിലും ചോദിക്കുന്നുണ്ട്, നമ്മുടെ കയ്യിലുണ്ടോയെന്ന് ചോദിക്കും. അതേപോലെ അതല്ലെങ്കിൽ നമ്മൾ ആരാണോ നമ്മളെ സ്പോൺസർ ചെയ്യാൻ ആളുണ്ടെന്ന് അവർക്ക് ബോധ്യം ഉണ്ടാവണം. അതിനുള്ളൊരു രേഖ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതാണ് ഈ ഒരു റോള്. അതേപോലെ ട്രാവൽ ചെയ്യുമ്പോൾ മാസ്കും ഗ്ലൗസൊക്കെ നമ്മൾ കരുതണം. സെൻട്രലിൽ ഇരിക്കുന്ന ആൾക്കാർക്കാണ് PPT കിറ്റ് അവർ കൊടുക്കുന്നത്. എല്ലാവർക്കും ഫേസ് മാസ്കും ഒരു മാസ്കും സാനിറ്റൈസറും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള പ്രൊസീജിയേഴ്സ്. ഞാൻ ഷാർജയിലായിരുന്നു പോയത്. ഷാർജ എത്തിയാൽ എല്ലാവരെയും നമ്മൾ പ്രോപ്പറായിട്ടൊരു സ്ഥലത്ത് ആദ്യം ഇരുത്തുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒരു ഡിക്ലറേഷൻ ഫോമും അവിടുന്ന് തരും. ഷാർജ ഗവൺമെൻറ്റിൻ്റെ ആണ്. അതും നമ്മൾ ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു ടെസ്റ്റ് ഉണ്ട്. അവിടുന്നും ഒരു ടെസ്റ്റ് ഉണ്ട്. അത് അവിടെ നിന്ന് തന്നെ ജസ്റ്റ് സെക്കൻഡ്സ് കൊണ്ട് തന്നെ കഴിയുന്നതാണ്. ആ ഒരു ടെസ്റ്റ് റിസൾട്ട് 24 ഹവേഴ്സിനുള്ളിൽ നമുക്ക് കിട്ടും. അത് കിട്ടിയതിന് ശേഷം നമുക്ക് പുറത്തിറങ്ങാം. പിന്നെ ഒരു പ്രൊസീജിയേഴ്സും അവിടെ ഇല്ല. എവിടെയാണോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അവിടെ നമ്മൾ അത് കിട്ടുന്നവരെ പുറത്തിറങ്ങാൻ പാടില്ല. ആ ഒരു റൂള് മാത്രമേ അവിടെ ഉള്ളൂ. എൻ്റെ കസിൻസും കാർണോറും എല്ലാവരും എയർപോർട്ടിൽ വന്നിരുന്നു. ബ്രദറും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് മീറ്റ് ചെയ്തു. ബ്രദറും കസിനുമാണ് നമ്മളോട് കൂടെ ഹോട്ടലിലേക്ക് വന്നത്. നമ്മൾ ഹോട്ടലായിരുന്നു സ്റ്റേ ചെയ്തത്. നോർമലായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുപോകില്ല, അതേപോലെ എല്ലാം കൊണ്ടുപോകും. അതിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂമിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം ബ്രദറും കസിനൊക്കെ കൂടി കല്ലമ്മക്കായി എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഹോട്ടലിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. മോർണിംഗ് താഴത്ത് നല്ല പൂളും നല്ലൊരു ഭംഗിയുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാം ആൻഡ് ക്വയറ്റ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു സമയത്ത് ട്രാവലിംഗ് ഭയങ്കര ടെൻഷനായി. നോർമലി എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു. പ്രത്യേകിച്ച് റിസൾട്ട് കിട്ടുന്നവരെ നമുക്കൊരു ഭയങ്കര ടെൻഷനായിരുന്നു. വേറെ കൂടുതൽ പ്രൊസീജിയേഴ്സൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളൊന്ന് നല്ലോണം കെയർ ചെയ്താൽ മതി. ഒരുപാട് പേര് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ ആരും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഒരുപാട് നല്ല റെസിപ്പീസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇത്. നല്ല ഹെൽത്തി ഫുഡ്സ് ആയിരുന്നു എല്ലാം.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.